Greetings from Success Academy. Yes, I am here with rule number 61 to 70. ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. And we'll be coming with 101 rules. So more than half കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അതും പോയി കാണുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാം തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ സെഷൻസ് ആണിത്. ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ ആസ്പെക്ട്സ് എല്ലാം നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ റൂൾ നമ്പർ 61 നമുക്ക് നോക്കാം. Definite article the is used in expressions to show purpose other than implied by them. ഇംഗ്ലീഷിലുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? We have 3 articles, a, an and the. അതിൽ the ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഓക്കെ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ആൻഡ് the ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ആൻഡ് ഈ റൂൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇഫ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ the is used in എക്സ്പ്രഷൻസിൽ എപ്പോഴാണ് the യൂസ് ചെയ്യുന്നത്? ടു ഷോ പേർപ്പസ് അതർ ദാൻ ഇംപ്ലൈഡ് ബൈ ദം. ഒരു പെർട്ടിക്കുലർ പേർപ്പസ്, നോർമൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പേർപ്പസ് അല്ല, വേറെ എന്തെങ്കിലും ഒരു കാര്യം കാണിക്കാൻ സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ the യൂസ് ചെയ്യുന്നതെന്ന് എക്സാമ്പിൾ കാണുമ്പോൾ അത് ക്ലിയർ ആവും. ലെറ്റ്സ് ചെക്ക് ഔട്ട് ദീസ് സെൻറ്റൻസസ്. മൈ ബ്രദർ ടോൾഡ് മീ ദാറ്റ് വി മസ്റ്റ് ഗോ ടു സ്കൂൾ. എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു നമ്മൾ സ്കൂളിൽ പോകണമെന്ന്. സ്കൂളിൽ എന്തിനാണ് പറയണത്? പഠിക്കാൻ അല്ലേ? Now look at the second sentence. My brother is going to the school for his son's admission. ബ്രദർ എന്തിനാ ഇപ്പോൾ സ്കൂളിൽ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ മകൻ്റെ അഡ്മിഷന് വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. സോ സീ ഹിയർ, ദിസ് ഇസ് എ യൂഷ്വൽ പർപ്പസ് ആൻഡ് ദിസ് ഇസ് നോട്ട് യൂഷ്വൽ അല്ലേ? ബ്രദർ ഇപ്പോൾ പോകുന്നത് എന്തിനാ? ബ്രദറിനെ പഠിക്കാനാണോ? അല്ല, ബ്രദറിൻ്റെ മകന്. സോ അത് സ്പെസിഫിക് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് the എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വൺസ് അഗൈൻ ദ റൂൾ. Definite article the is used in expressions to show purpose other than implied by them. I hope it's clear. One more example. We go to church every Sunday. എല്ലാ സൺഡേസും പള്ളിയിൽ പോകുന്ന എന്തിനാ? മാസ് അറ്റൻഡ് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ അല്ലേ? Now check out the second sentence. We went to the church for Carol's wedding. ഇപ്പോൾ പോയത് എന്തിനാ? We went to the church. എന്തിനാ പോയത്? കാരലിൻ്റെ വെഡ്ഡിങ്ങിനാണ് പോയത്. Unlike we go on every week to the church, this time we went for Carol's wedding. Once again the rule. Definite article the is used in expressions to show purpose other than implied by them. Normal ആയിട്ട് കാണിക്കുന്ന purpose അല്ല, extra ആയിട്ട് we have something else to focus on, we use the definite article the in a sentence. Rule number 62. Now this will be dealing with nouns and cases. So let's check out what is the rule. Two consecutive nouns do not take apostrophe mark. രണ്ട് കോൺസിക്യൂട്ടീവ് നൗൺസ്, രണ്ട് നൗൺസ് അടുപ്പിച്ച് വരുന്നു. നൗൺ എന്താണ്? ഇറ്റ് ക്യാൻ ബി നെയിം ഓഫ് എനിത്തിങ്, നെയിം ഓഫ് എ പ്ലേസ്, person, thing or an object. So two consecutive nouns അടുപ്പിച്ച് വരുവാണെങ്കിൽ apostrophe യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് റൂള്. റാംസ് വൈഫ്സ് കാരിയർ ഇസ് അറ്റ് സ്റ്റേക്ക്. റാംസ് വൈഫ്സ് കാരിയർ. സോ റാംസ് ആൻഡ് വൈഫ്സ് രണ്ട് നൗൺസ് ആണ്, രണ്ടും അടുത്തടുത്ത് വന്നു. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് കോൺസിക്യൂട്ടീവ് നൗൺ. ഓക്കെ, റൂൾ എന്താണ്? Two consecutive nouns do not take apostrophe mark. So according to the rule, this sentence is wrong because consecutive അടുത്തടുത്ത് രണ്ട് nouns വന്നു and രണ്ടും apostrophe marks എടുത്തു. That's not right. The career of Ram's wife is at stake. Now ഇതിൽ ഒരാൾക്ക് മാത്രമേ apostrophe വന്നിട്ടുള്ളൂ and as per the rule, this is the correct sentence. Ram's wife's career is at stake. Apostrophe അടുത്തടുത്ത് വന്നത് is wrong. When two nouns come consecutively, we don't use an apostrophe mark like this. We need to rearrange the sentence. That is, the career of Ram's wife. Raminte ഭാര്യയുടെ career is at stake. Rule number 63. In compound nouns, apostrophe mark is put on the last word. Compound nouns നമുക്കറിയാം അല്ലേ? ഒരു group of thingsനെ refer ചെയ്യാൻ വേണ്ടി we use compound nouns and that is an important part in all competitive exam. They'll ask for compound nouns അല്ലേ? Okay, so now let's check out the example. Her daughter's in-laws mother came. എന്താണ് നമ്മുടെ റൂള്? കോമ്പൗണ്ട് നൗണിൽ അപ്പോസ്ട്രഫി അവസാനത്തെ വേർഡിലായിരിക്കും കൊടുക്കുന്നതെന്ന്. സോ ഹർ ഡോട്ടേഴ്സ് ഇൻ ലോസ് മദർ കെയിം എന്നാണ് കിടക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ദ റൂൾ ദിസ് ഇസ് റോങ് ബിക്കോസ് അപ്പോസ്ട്രഫി ലാസ്റ്റ് വേർഡിന് മാത്രം മതി. അതിൻ്റെ അർത്ഥം ഹർ ഡോട്ടർ ഇൻ ലോസ് മദർ, നോ നീഡ് ഓഫ് ഡോട്ടേഴ്സ് ഇൻ ലോ, നോ, ഹർ ഡോട്ടർ ഇൻ ലോസ് മദർ കെയിം ഇസ് ദ റൈറ്റ് ആൻസർ. Next rule will be dealing with adverbs. Adverbs-ന്റെ ജോലി എന്താണ്? Adverb അല്ലേ? Verbന് എന്തോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. So it explains the verb. He runs fast. So fast is an adverb. He runs fast. So it is adding a quality or describing the adverb. So adverb adds quality or it describes a verb in short words. Okay, now let's check out the rules on adverb.
64. In sentences beginning with seldom, never, rarely, inversion is used. ഈ വേർഡ്സ് ഏതൊക്കെയാണ്? സെൽഡം, നെവർ, റെയർലി. ഈ വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസസിൽ എന്ത് യൂസ് ചെയ്യുമെന്ന്? ഇൻവേർഷൻ യൂസ് ചെയ്യുമെന്ന്. വാട്ട് ഈസ് ഇൻവേർഷൻ? ഇൻവേർട്ടിങ് സംതിങ്, തിരിച്ചെഴുതുമെന്ന് അല്ലേ? എന്ത് തിരിച്ചെഴുതുമെന്നായിരിക്കും? നമ്മളുടെ ഒരു നോർമൽ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇസ് സബ്ജക്റ്റ്, വെർബ് ആൻഡ് ഓബ്ജക്റ്റ് അല്ലേ? Now, if the sentence starts with seldom, never or rarely, what happens is we put the verb first. Okay? So, this is adverb. So, we put this partial adverb first, and that is inversion. Once again, the rule, in sentences beginning with seldom, never, rarely, inversion is used. Endan inversion? Normal structure of the sentence is subject, verb and object. But when the sentence starts with these words, inversion is used, which is these adverbs comes first. Example, never she comes here. Never she comes here. So, according to the rule, ഇത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ഇൻവേർഷൻ യൂസ് ചെയ്യും എന്നാണ്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് നെവർ ഡസ് ഷീ കംസ് ഹിയർ. സോ ഷീ ആണല്ലേ ഇവിടുത്തെ. ദിസ് ഇസ് ദ നൗൺ ഹിയർ ആൻഡ് ദിസ് ഇസ് ദ വേർബ് ഹിയർ. കംസ്, അവൾ ഇങ്ങനെ ഇവിടെ അധികം വരാറില്ല. നെവർ ഡസ് ഷീ കംസ് ഹിയർ ഇസ് ദ കറക്റ്റ് ആൻസർ അക്കോർഡിംഗ് ടു ദ റൂൾ. ആൻഡ് ഡസ് ഇവിടെ എന്താണ്? ഇറ്റ് ഇസ് ആൻ ഓക്സിലറി വേർബ് അല്ലേ? സോ നെവർ വെച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സെൻറ്റൻസ് ആണ്, ഇൻവേർഷൻ യൂസ് ചെയ്യണം. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഫോമിലാണ് കിടക്കുന്നത്. നെവർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഇറ്റ് ഷുഡ് ബി ഇൻ ദ റിവേഴ്സ് ഓർഡർ. വെർബ് ഷുഡ് കം ഫസ്റ്റ്, വിച്ച് ഇസ് നെവർ ഡസ് ഷീ കംസ് ഹിയർ, വെർ ഡസ് ഇസ് ദ ഓക്സിലറി വെർബ്. Next example, seldom I seen such a beautiful work. Seldom I seen such a beautiful work. So we need to add an auxiliary verb here. And so this is wrong according to the rule. Seldom have I seen such a beautiful work. We have the verb here. Seldom have I seen such a beautiful work. So once again the rule number 64. In sentences beginning with seldom, never, rarely, and the use and inversion use cheyanam. And inversion endana we discussed. Moving on to the next rule number 65. Sentences beginning with expressions. I have a long list of expressions. നമുക്ക് നോക്കാം. Scarcely, only, yesterday, only then, later, only in a few countries, at no time, under no circumstances, in no way, on no account, inversion is used. Sentences beginning with these expressions, inversion is used. Again, ഇവിടെയും ഇൻവേർഷൻ്റെ കാര്യം പറയുന്നുണ്ട്. So we know what an inversion is. Only later she really think about the situation. ആ സിറ്റുവേഷനെ പറ്റി അവൾ പിന്നീടാണ് ചിന്തിച്ചത് എന്നാണ്. സോ അക്കോർഡിംഗ് ടു ദ റൂൾ ദിസ് ഇസ് റോങ്. ഓൺലി ലേറ്റർ, ഇവിടെ ഷീക്ക് പകരം വി ആഡഡ് ആൻ ഓക്സ് verb here which is did. Only later did she really think about the situation is the right one. Rule number 66. Sentences beginning with adverbial expression denoting place on a hill. Adverbial expressions. Adverbsനെ പറ്റി നമ്മൾ കണ്ടല്ലേ. സോ അഗൈൻ അതേ ഇത് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. വി യൂസ് ഇൻവേർഷൻ. സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ആഡ്വേർബിയൽ എക്സ്പ്രഷൻ, വേർബിനെ ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആഡ്വേർബിയൽ എക്സ്പ്രഷൻ വെച്ചാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ expression denoting place on a hill, around the corner, under the table is followed by come, walk, lie, stand, inversion is used. Example, round the corner did he go. So round the corner when he did he go. ഇത് കാണുമ്പോൾ ഒരു തെറ്റ് നമുക്ക് തോന്നില്ല അല്ലേ. ബട്ട് അക്കോർഡിംഗ് ടു ദ റൂൾ when he, where he is the pronoun അല്ലേ, and when is the verb here. So we use inversion in this case too. Sentences beginning with adverbial expressions denoting place on a hill, around the corner, under the table, if followed by come, walk, lie, stand. So ഈ adverbial expression follow ചെയ്ത് ഇവരും വരണം അല്ലേ. come, walk, lie and stand, then we use inversion. The next example, on the table sat cat. On the table sat cat. And what is the correct answer? On the table sat the cat. On the table sat the cat is the correct answer. Moving on to the next rule number 67. Sentences for unfulfilled wish. എന്താണ് വിചാരിച്ച ഒരു കാര്യം നടന്നിട്ടില്ല. അൺഫുൾഫിൽഡ് വിഷ്, കണ്ടീഷൻ, എന്തെങ്കിലും കണ്ടീഷൻ വെക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇഫ് നോട്ട് ബിഗിനിങ് വിത്ത് ഇഫ്, ഇൻവേർഷൻ ഇസ് യൂസ്ഡ്. എന്താ കിടക്കുന്നത്? സെൻറ്റൻസസ് ഫോർ അൺഫുൾഫിൽഡ്
wish condition if not beginning with if വച്ചിട്ട് അല്ല തുടങ്ങുന്നതെങ്കിൽ if not beginning with if we use inversion. Please read this rule once again. For unfulfilled wish condition if not beginning with if വച്ചല്ല തുടങ്ങുന്നതെങ്കിൽ inversion is used. If I had done well, I would be rewarded. If I had done well, I would be rewarded. So this is starting with if. So had I done well, I would be rewarded. According to the rule, for unfulfilled wish condition, if beginning with if, inversion. If not beginning with if, inversion is used. So ഇവിടെ if വച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. So it comes in the other way. Had I done well, I would be rewarded. Next example, if he had arrived sooner, we could have prevented this tragedy. അവൻ നേരത്തെ വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ ട്രാജഡി നമുക്ക് ഒഴിവാക്കാമായിരുന്നു. Had we arrived sooner, we could have prevented this tragedy. The next rule, rule number 68. In sentences with so plus adverb of manner, രീതി, adverb of manner, we have different types of adverb അല്ലേ. സോ അതിലൊരു പാർട്ടാണ് adverb of manner. അതിലൊരു ടൈപ്പാണ് adverb of manner. So in sentence with so plus adverb of manner, inversion is used. So rudely she behaved that I was offended. അവൾ വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തു. സോ ഐ റിയലി ഫെൽറ്റ് ബാഡ് എന്നാണ് കിടക്കുന്നത്. റൂൾ എന്താണ്? so plus adverb of manner ആണ് കിടക്കുന്നതെങ്കിൽ we use inversion. So we have so here and adverb of manner അല്ലേ, അത് എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. സോ എന്താ ചെയ്യേണ്ടത്? സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഓർഡർ അല്ല, നമ്മൾ വെർബിനെ പിടിച്ച് നേരത്തെ ഇടും. സോ റൂഡ്ലി ഡിഡ് ഷീ ബിഹേവ്. സോ വി ഹാവ് ആഡഡ് ദി ഓക്സ് വെർബ് ഹിയർ and according to the rule this is the correct form. Next rule, rule number 60. Sentences with to touch and extend, a point, a degree, inversion is used. So sentences ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെയാ വേർഡ്സ്? to touch and extend ഒരു പരിധി വരെ, a point, a degree, inversion is used. To such an extent they argue that people left the place. അവർ എന്താണ് അത്രയും തന്നെ എന്ത് ചെയ്തു? ആർഗ്യൂ ചെയ്തു എന്ന് പറഞ്ഞ് ഒത്തിരി അവിടെ സംസാരിച്ചു. സോ എന്തായി? അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോയി എന്നാണ്. സോ അക്കോർഡിംഗ് ടു ദ റൂൾ to such an extent did they. നമ്മൾ ആഡ്വേർബ്സിൻ്റെ കേസുകളിൽ ഇൻവേർഷൻ യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അല്ലേ, ഇത് മാത്രമല്ല ഇതേ സിമിലർ എക്സാമ്പിൾസ് ആണ് നമ്മൾ നേരത്തെയും കണ്ടത്. ഓക്സിലറി വെർബ്സ് ആണ് നമ്മൾ സബ്ജക്റ്റിന് മുന്നേ ആയിട്ട് കൊടുക്കുന്നത്. നോർമൽ ഓർഡർ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ്, പക്ഷേ ഇൻവേർഷൻ വരേണ്ട കേസുകളാണ് ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ വി ആഡ് the auxiliary verb before the subject. So this is the correct sentence. To such an extent that they argued that the people left the place. And the last rule for today, rule number 70. In passive voice, so we know two types of voices, active voice and passive voice. Where the active voice there is a direct interaction and passive voice reported പോലെയാണ് അല്ലേ, മറ്റൊരാൾ ചെയ്ത കാര്യം നമ്മൾ പറയുവാണ്. So in passive voice, verb plus preposition is used. എന്താണ് ഓർഡർ? verb plus preposition. verb കഴിഞ്ഞിട്ടാണ് preposition വരുന്നത്. known to, surprised at, amazed at, astonished at, startled at, vexed at, annoyed at, contained in, decorated with, filled with, thronged with. സോ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് അല്ല, പാസീവ് വോയിസിൽ വേർബിന് ശേഷമാണ് പ്രപ്പോസിഷൻ വരുന്നത്. ദ മാറ്റർ വാസ് എൻക്വയർഡ് ബൈ ദ പോലീസ്. സോ വി ഹാവ് ദ വേർബ് ഹിയർ വിച്ച് ഇസ് എൻക്വയർഡ് അല്ലേ. ദ മാറ്റർ വാസ് എൻക്വയർഡ് ബൈ ദ പോലീസ്. പോലീസ് ആ കാര്യം അന്വേഷിച്ചു. ദ മാറ്റർ വാസ് എൻക്വയർഡ് ഇൻ ടു ബൈ ദ പോലീസ് ഇസ് ദ കറക്റ്റ് വൺ. മാറ്റർ വാസ് എൻക്വയർഡ് ഇൻ ടു ബൈ ദ പോലീസ്. ദ നെക്സ്റ്റ് വൺ, ഹീ ലാഫ്ഡ് അറ്റ് മീ. കാണുമ്പോൾ ഒന്നും തോന്നില്ല അല്ലേ. ഹി ലാഫ്ഡ് അറ്റ് മീ. പാസീവ് വോയിസിൽ അക്കോർഡിംഗ് ടു ദ റൂൾ, വാട്ട് ഇസ് ദ റൂൾ? വേർബിന് ശേഷമാണ് പ്രപ്പോസിഷൻ വരേണ്ടത്. സോ ഹി ലാഫ്ഡ് അറ്റ് മീ ഷുഡ് ബി റീറൈറ്റഡ് ആസ് ഐ വാസ് ലാഫ്ഡ് അറ്റ് ബൈ ഹിം. പാസീവ് വോയിസിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ലാഫ്ഡ് അറ്റ് ബൈ ഹിം. വേർബിന് ശേഷമാണ് പ്രപ്പോസിഷൻ വരുന്നത്. ഇവിടെയാണെങ്കിലും ദ മാറ്റർ വാസ് എൻക്വയർഡ് ബൈ ദ പോലീസ്. പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ദ മാറ്റർ വാസ് എൻക്വയർഡ് ഇൻ ടു ബൈ ദ പോലീസ്.
So yes, we were discussing from rule number 61 to 70. I hope it is clear. If you have any doubts or any comments, please do it in the comment box. And yes, thank you so much for watching. Thank you from Success Academy.